മോഹങ്ങൾ എന്ന ചെറുകഥയുടെ ദൃശ്യാവിഷ്കാരമാണ് ഞാനിവിടെ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. രാവിന്റെ പാതിയാമത്തിലൊരു താരകം രാഗാർദ്രമായി വന്നുദിക്കും. മിഴിയാലെ മെല്ലെ പൊഴിഞ്ഞുകൊണ്ടാർദ്രമായി മകനെ എന്നെന്നെ വിളിക്കും. രാവിന്റെ വാക്കുകൾക്കും ശീലങ്ങൾക്കും ശീലക്കേടുകൾക്കും ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്ന ആ ഒരാൾക്ക്, എന്റെ അമ്മയ്ക്ക് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പ്രവാസ ജീവിതം തുടരേണ്ടി വരുമ്പോൾ ഒരു കുറ്റബോധമായി മനസ്സിലേക്ക് വരുന്ന ആ ഓർമ്മകൾക്ക് മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് എന്റെ വരവിനും വിളികൾക്കും കാത്തിരിക്കുവാൻ ആ സൗഭാഗ്യം എന്നും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ശബ്ദമിശ്രണം കയ്യിലെ ഉപരകഥ സംഭാഷണം എടി ശാന്തേ, ഒന്ന് ഇപ്പഴത്തേക്ക് വന്നെടി. എന്തിനു മറിയേ, നീ കാര്യം പറ. എനിക്കിവിടെ ഇത്തിരി പണിയുണ്ടല്ലോ. ഓ, ആ പ്രാന്തം പട്ടി പിന്നെ എന്റെ കലം പൊട്ടിച്ച്. കുറച്ച് അരി കിട്ടിയത് ചെക്കൻ എത്തുമ്പോഴത്തേക്കും കാലാക്കാന്ന് വെച്ചപ്പോ ദേ കലം പൊട്ടിക്കിടക്കണം. നിന്റെ കാലം ഒന്ന് തന്നേ. അതില് കഞ്ഞിരിപ്പണ്ടല്ലോ. അത് മാറ്റി വെച്ചിട്ട് തരാട്ടാ. ഇത് കുറച്ചാലടി എനിക്ക് കലം പട്ടി പൊട്ടിക്കണ. എന്ത് ചെയ്യാനാണ്, അടച്ചൊന്നു വേണ്ടേ? 2 മഴ പെയ്താ നമ്മ ഓടുകയാണ് കടത്തിന്നേരാട്ട്. ഒന്ന് തല ചായ്ക്കണ്ടേ? വെറുതെയാണ് ഓരോരുത്തന്മാര് വഴിമറിയെന്ന് കളിയാക്കണത്. ഒക്കെ മാറൂടി, നീ സമാധാനപ്പെട. നിന്റെ മാത്തുകുട്ടിന്ന് വലുതാവട്ടെ. കലം ഞാനിപ്പോ തരാട്ടാ. എന്താണ്ടാ, എന്ത് പറ്റി? ഇത് നോക്ക്, എന്റെ ഷർട്ട്. അമ്മയുടെ അടുത്ത് ഞാൻ എത്ര പറഞ്ഞ എനിക്കൊരു പുതിയ ഷർട്ട് വാങ്ങിച്ചു തരാൻ. എനിക്ക് ആകെയുള്ള ഷർട്ടാണ്. പിന്നെ ഇവിടെ എങ്ങനെയാണ് അരി വാങ്ങണേന്ന് അറിയാൻ പാടില്ല. അപ്പോഴാണ് ഷർട്ട്. നീ അതിങ്ങാട് ഊരി തന്നെ, ഞാൻ തയ്ച്ചു തരാം. എനിക്ക് പുതിയ ഷർട്ട് വേണം. കീഴിൽ തുണിയതൊന്നും കൂട്ടി ഞാൻ സ്കൂളിലേക്ക് പോയില്ല. എല്ലാവരും എന്നെ കളിയാക്കും. അങ്ങനെ പറയല്ലേ മോനെ, അമ്മയെ കൊണ്ട് പറ്റാഞ്ഞിട്ടല്ലേ. മോൻ പഠിച്ചൊരു വഴിക്കായ നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറും. ഞാൻ കൊച്ചമ്മയോട് കുറച്ച് കാശ് ചോദിച്ചിട്ടുണ്ട്, അത് കിട്ടട്ടെ. ഷർട്ട് വാങ്ങും. ഇപ്പൊ അതിങ്ങാട് ഊരിത്താ, അമ്മ തയ്ച്ചു തരും. മോനിങ്ങാട് വാ. എന്താണ്ടാ നിന്റെ മുഖത്തൊരു വാട്ടം? ഞാനിനി സ്കൂളിൽ പോണില്ല. അമ്മ എനിക്കൊരു പുതിയ ഷർട്ട് വാങ്ങിച്ചു തരില്ല. ഈ കീഴിയ ഷർട്ട് ഇട്ടുകൊണ്ട് പോയ സ്കൂളിൽ എല്ലാവരും എന്നെ കളിയാക്കും. അതെന്ത് പറ്റി? അതുകൊട്ടെ നീ സ്കൂളിൽ പോവാതിരിക്കരുത്. നിനക്കൊരു ഷർട്ട് വാങ്ങിയാ പോരെ, അതിനുള്ള വഴി ഉണ്ടാക്കാം. അതെങ്ങനെ? അതെ, സ്കൂളിൽ നിന്ന് വന്നിട്ട് നീ ലോട്ടറി ടിക്കറ്റ് വെക്കാൻ പോടാ. ഏർപ്പാടൊക്കെ ഞാൻ ചെയ്യാം. നാളെ എന്റെ കടയിലേക്ക് വാ. എന്നിട്ട് കിട്ടുന്ന കാശോണ്ട് എന്താന്ന് വെച്ചാ ചെയ്യേ. അല്ലാതെ പഠിപ്പ് വരുതാത്ര. നീ ഒന്ന് നന്നായിട്ട് വേണം ഒരു വീടൊക്കെ ശരിയാക്കി നിന്റെ അമ്മയുടെ വഴി പറയാന്നുള്ള പേര്
അല്ല പിന്നെ. കുറച്ചു നാളുകൾക്ക് ശേഷമുള്ള ഒരു ദിവസം. നോക്കമ്മേ, എന്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്. ഞാൻ ഷർട്ട് വാങ്ങിക്കാൻ പോട്ടെ? ആ പോയി വാങ്ങിക്കും. ഈ കഞ്ഞി കുടിച്ചാണ്ട് അങ്ങ് പോക്കും. ഞാനതല്ല ഓർത്തോണ്ടിരുന്നതേ. പിന്നെ ആ പട്ടി കയറി കലവും പൊട്ടിച്ചാണ്ട് അങ്ങ് പോയി. കുറച്ച് കഞ്ഞി മാറ്റി വെച്ചതുകൊണ്ട് നിനക്ക് തരാൻ പറ്റി. അയലോക്കത്തു നിന്ന് പിന്നെയും കലവും കടം വാങ്ങണ്ടേ എന്ന് വെക്കുമ്പോ എന്ത് ചെയ്യാനാണ്. അപ്പൊ അമ്മ കഞ്ഞി കുടിച്ചില്ലേ? ഓ, എനിക്കിന്ന് കാലത്തേ മുതലൊരു വയറുവേദന. ഒന്നും തിന്നാൻ പറ്റണില്ല. അമ്മയുടെ ചട്ട കയറിയിരിപ്പുണ്ടല്ലോ. ഞാനത് ഇപ്പോഴാണ് കണ്ടത്. ഓ, അത് പോട്ടെ, ഞാൻ വല്ല കല്യാണത്തിനും പോണതാണ്. ഏതായാലും നീ ആശിച്ച പോലെ നിനക്കൊരു കുപ്പായം വാങ്ങാൻ പറ്റുമല്ലോ. ഇനി കൊച്ചമ്മയുടെ കാശ് കിട്ടട്ടെ, ഒരെണ്ണം കൂടി വാങ്ങാം. നിനക്ക് നീല കുപ്പായം നല്ല ചേർച്ചയാണ്, അത് വാങ്ങിയാ മതി. എന്തേ നീ ഇങ്ങനെ നോക്കണേ? ഒന്നുമില്ല അമ്മ, എന്നാ ഞാൻ പോട്ടെ. ആ കഞ്ഞി മുഴുവൻ കുടിച്ചിട്ട് പോടാ. എനിക്കത്ര മതിയമ്മ. അമ്മേ, ഇതൊന്ന് നോക്കമ്മേ, തുറന്നു നോക്ക്. എന്തേറ്റിടാ? എവിടെ കുപ്പായം? കാശ് എറിഞ്ഞില്ലേ? തുറന്നു നോക്ക്. മാത്തുകുട്ടി, അപ്പൊ നീ കുപ്പായം വാങ്ങിയില്ലേ? കടയിൽ ചെന്നപ്പോ നല്ല കലങ്ങൾ കണ്ടു. അമ്മ എപ്പോഴും പറയാറില്ലേ പട്ടി പൊട്ടിക്കാത്ത കലം വേണമെന്ന്. നമുക്കിപ്പോ ഷർട്ടിനേക്കാളും ആവശ്യം കലമാണ്. അമ്മയ്ക്ക് കീറി തരാന്ന് വെച്ചാ എനിക്കും അതാവാം. എന്നിട്ട് കാശുണ്ടാവുമ്പോ നമുക്ക് രണ്ടാൾക്കും പുതിയത് വാങ്ങാം. എന്നാലും എന്റെ മോനെ, ഞാൻ എല്ലാം വാങ്ങുന്നു. പഠിച്ച് നല്ല നിലയിലെത്തിയിട്ട് നമ്മളൊരു മാളികയെ പഠിക്കും. അപ്പൊ എല്ലാവരും അമ്മ മാളിക മറിയെന്ന് വിളിക്കും. എന്റെ പൊന്നു മോനെ.
പാടിയ മേഘഭൂതമേ ദേവിദാസനാകുമൻ രാഗഗീതമേ ചൊടികളിൽ Thank you, Mr. Kumar.